ഇടുക്കി മൂന്നാർ കുറ്റിയാർ വാലിയിലെ പട്ടയ പ്രശ്നങ്ങളും വട്ടവടയിലെ നീലക്കുറിഞ്ഞി ഉദ്യാന അതിർത്തി നിർണയവും അടക്കം വേഗത്തിൽ പൂർത്തീകരിക്കുവാൻ നടപടിയുമായി റവന്യൂ വകുപ്പ്. സെപ്റ്റംബറിൽ കുറ്റിയാർ വാലിയിൽ പട്ടയ നടപടികൾ പൂർത്തിയാക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയെന്നും നീലക്കുറിഞ്ഞി ഉദ്യാന അതിർത്തി നിർണയ സർവേ അടുത്ത ആഴ്ച ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഏറെക്കാലമായി വിവാദ ചർച്ചയായി നിലനിൽക്കുന്ന കുറ്റിയാർ വാലിയിലെ തോട്ടം തൊഴിലാളികളുടെ പട്ടയ പ്രശ്നങ്ങളും നീലക്കുറിഞ്ഞി ഉദ്യാനത്തിന്റെ അതിർത്തി നിർണയവും വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നടപടിയുമായാണ് റവന്യൂ വകുപ്പ് മുന്നോട്ടു പോകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലാൻഡ് റവന്യൂ കമ്മീഷണർ, ജില്ലാ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായി മന്ത്രി ചർച്ച നടത്തി. കുറ്റിയാർ വാലിയിലെ സർവേ നടപടികൾ പൂർത്തിയായി വരികയാണ്. നടപടികൾ വേഗത്തിലാക്കാൻ 6 RIമാരെ കൂടി ജില്ലാ കളക്ടർ നിയമിക്കും. കുറ്റിയാർ വാലിയിൽ 10 സെന്റ് സ്ഥലം നൽകിയിരിക്കുന്ന 770 പേർക്ക് പ്ലോട്ട് തിരിച്ച് ഭൂമി കണ്ടെത്തി സർവേ നടപടി പൂർത്തീകരിച്ചു. 5 സെന്റ് നൽകിയിരിക്കുന്ന 2229 പേരിൽ 1849 പേരുടെ പ്ലോട്ട് തിരിച്ച് സർവേ പൂർത്തീകരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവയും അതിവേഗം പൂർത്തീകരിക്കുവാനും നിർദ്ദേശം നൽകി. 842 പുതിയ പട്ടയങ്ങളും ഇവിടെ വിതരണം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. 500 പേർക്ക് മുൻപ് രേഖകൾ നൽകിയിരുന്നു. ഇതിൽ 350 പേർക്ക് മാത്രമേ വാസയോഗ്യമായ ഭൂമി നൽകാൻ സാധിച്ചുള്ളൂ. ബാക്കിയുള്ളവർക്കും വാസയോഗ്യമായ ഭൂമി നൽകുന്നതിന് നടപടികൾ സ്വീകരിച്ചു. പട്ടയ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് ഉദ്യോഗസ്ഥന്മാർക്ക് 1 മാസക്കാലത്തേക്ക് വാഹനമടക്കം നൽകിയിട്ടുണ്ട്. സെപ്റ്റംബർ മാസത്തിൽ കുറ്റിയാർ വാലിയിലെ പട്ടയം നൽകുന്നതിനുള്ള തയ്യാറെടുപ്പിലാണെന്നും മന്ത്രി പറഞ്ഞു. വിട്ടുപോയ നമ്പറുകളിൽ ഉൾപ്പെട്ട ക്ലെയിമുകൾ സ്വീകരിക്കാൻ സബ് കളക്ടർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഔട്ടർ ബൗണ്ടറി ഫിക്സ് ചെയ്തതിന് ശേഷമായിരിക്കും ആ നടപടിക്രമങ്ങളിലേക്ക് പോവുക. തെറ്റായ ഫോമിൽ നടത്തിയിട്ടുള്ള പ്രഖ്യാപനം ജില്ലാ തലത്തിൽ തന്നെ പരിഹരിക്കണം എന്ന നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. സെറ്റിൽമെന്റ് നടപടികൾ ഇപ്പോൾ ഈ കണക്കനുസരിച്ച് നവംബർ മാസത്തോടെ പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അത് നീലക്കുറിഞ്ഞിയുമായി ബന്ധപ്പെട്ട ശ്രദ്ധേയമായിട്ടുള്ള ഒരു മുന്നേറ്റമായിരിക്കും. നീലക്കുറിഞ്ഞി ഉദ്യാനത്തിന്റെ അതിർത്തി നിർണയവുമായി ബന്ധപ്പെട്ട് കൊട്ടാകമ്പൂരിലും വട്ടവടയിലും സർവേ നടപടികൾ അടുത്തയാഴ്ച ആരംഭിക്കും. ഇതോടൊപ്പം മൂന്നാർ കുണ്ടള സാന്റോസ് കോളനിയിലെ 240 പട്ടയം നടപടികൾ പൂർത്തീകരിച്ചു വരികയാണ്. വാഗുവര SC കോളനിയിൽ പട്ടയം പരിശോധിക്കുവാൻ തഹസിൽദാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കച്ചേരി, സെറ്റിൽമെന്റ്, അന്തോണിയർ കോളനി എന്നിവിടങ്ങളിൽ ഭൂമി കാണിച്ചു നൽകിയിട്ടില്ല. ഇത് പരിഹരിക്കുവാനും തഹസിൽദാരെ ചുമതലപ്പെടുത്തി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.